ഹായ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ബാങ്ക് ജോബ് എങ്ങനെ ബാങ്ക് ടെസ്റ്റ് എഴുതാതെ കരസ്ഥമാക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ബാങ്ക് ജോബ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്റ്റേബിളും റിവാർഡിങ്ങുമായിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിങ് സെക്ടറിൽ വളരെയധികം കോമ്പറ്റീഷനുണ്ട്. ആദ്യമായി നമ്മൾക്ക് ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ബാങ്കുകളെ 4 തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് കമേഴ്ഷ്യൽ ബാങ്ക്സ്. കമേഴ്ഷ്യൽ ബാങ്ക്സിൽ പബ്ലിക് സെക്ടർ ബാങ്ക്സും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. സെക്കൻഡ് വൺ ഈസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. അടുത്തത് പേയ്മെൻറ്റ് ബാങ്ക്സ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. ആദ്യമായി കമേഴ്ഷ്യൽ ബാങ്ക്സും സ്മോൾ ഫിനാൻസ് ബാങ്ക്സും എന്താണെന്ന് നോക്കാം. കമേഴ്ഷ്യൽ ബാങ്ക്സിനെയും 4 തരംതിരിച്ചിരിക്കുന്നു. ദി ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, സെക്കൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, തേർഡ് ഫോറിൻ ബാങ്ക്സ്, ഫോർത്ത് റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഇവിടെ ബാങ്ക് ടെസ്റ്റ് എഴുതാതെ എങ്ങനെ ബാങ്ക് ജോലി കരസ്ഥമാക്കാം എന്നത് ഡിസ്കസ് ചെയ്യുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് സെക്ടർ ബാങ്കുകളെക്കുറിച്ചും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെക്കുറിച്ചുമാണ്. എന്താണ് പബ്ലിക് സെക്ടർ ബാങ്ക്? ദി മെജോറിറ്റി സ്റ്റേക്ക് ഈസ് ഓൺഡ് ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റാണ് കൂടുതൽ ഓഹരികളും കൈവശം വെച്ചിട്ടുണ്ടാകുക. അങ്ങനെയുള്ള ബാങ്ക്സ് ആണ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് IBPS നടത്തുന്ന എക്സാമിനേഷൻസ് മുഖേനയാണ്. ഈയിടെയായി ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്ന ഒരു ജോബ് പ്രൊഫൈലാണ് പ്രൊബോഷണറി ഓഫീസർ. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും കോമൺ റിട്ടൺ എക്സാം ഫോർ പ്രൊബോഷണറി ഓഫീസർ. ഇത് നടത്തുന്നത് IBPS ആണ്. ഈ എക്സാം വഴി ജോബ് ലഭിക്കുന്നവർക്ക് പ്രൊബോഷണറി ഓഫീസറായോ മാനേജ്മെൻറ്റ് ട്രെയിനി പോസ്റ്റിലോ ജോബിന് കയറാവുന്നതാണ്. IBPSുമായി സഹകരിക്കുന്ന പബ്ലിക് സെക്ടർ ബാങ്കുകളുമായി ചേർന്ന് IBPS എക്സാമിനേഷനും അതിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവും നടത്തി കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നു. പ്രൊബോഷണറി ഓഫീസർ എക്സാമിനെ പോലെ തന്നെ IBPS ക്ലറിക്കൽ റിക്രൂട്ട്മെൻറ്റിലേക്കും കോമൺ റിട്ടൺ എക്സാമിനേഷൻസ് നടത്തുന്നു. ഏതൊക്കെയാണ് ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്നറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. പബ്ലിക് സെക്ടർ ബാങ്കുകളിലെ റിക്രൂട്ട്മെൻറ്റ് രീതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തതായി പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. ഇവിടെയാണ് നമ്മൾ എങ്ങനെയാണ് ബാങ്ക് ടെസ്റ്റ് എഴുതാതെ ഒരു ബാങ്ക് ജോബ് കരസ്ഥമാക്കാം എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ മെജോറിറ്റി ഓഫ് സ്റ്റേക്സ് അല്ലെങ്കിൽ ഷെയർസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഹോൾഡേഴ്സ് ആയിരിക്കും, ഒരിക്കലും ഗവൺമെൻറ് ആയിരിക്കില്ല. അതാണ് പബ്ലിക് സെക്ടർ ബാങ്ക്സും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് 2 ടൈപ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ന്യൂ പ്രൈവറ്റ് ബാങ്ക്സ്. ഈ ബാങ്കുകളെല്ലാം നമുക്ക് പരിചയമുള്ളതായിരിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷൻസിലെ എല്ലാ ബാങ്കുകളെ കുറിച്ചും കൊടുക്കുന്നുണ്ട്. There are 32 private banks in which 24 are old private banks. 32 പ്രൈവറ്റ് ബാങ്ക്സിലും 24 ബാങ്ക്സും ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സ് ആണ്. 1993 1993നും 94നും മുൻപ് നിലവിൽ വന്ന പ്രൈവറ്റ് ബാങ്ക്സിനെയാണ് ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം നിലവിൽ വന്ന ബാങ്ക്സ് ആണ് ന്യൂ പ്രൈവറ്റ് ബാങ്ക്സ്. ന്യൂ പ്രൈവറ്റ് ബാങ്ക്സും ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സും എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും ഏകദേശം ഒരുപോലെ തന്നെയൊക്കെയാണ്. ന്യൂ പ്രൈവറ്റ് ബാങ്ക്സ് ഫ്രഷർ ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് അവർ തന്നെ നടത്തുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് മുഖേനയാണ്. സിലക്ട് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സ് 1 വർഷമോ അതിൽ കൂടുതലോ ഉള്ള ഒരു പ്രൊഫഷണൽ ഡിപ്ലോമ പ്രോഗ്രാം ആ ബാങ്കുമായി കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ ചെയ്യേണ്ടതാണ്. ഈ ഡിപ്ലോമ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കാൻഡിഡേറ്റിന് സ്റ്റൈപ്പൻഡും ലഭിക്കാവുന്നതാണ്. ഈ ഡിപ്ലോമ പ്രോഗ്രാം
സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ആ കാൻഡിഡേറ്റിന് ബാങ്ക് എംപ്ലോയി ആയിട്ട് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നു. ഹയർ പ്രൊഫൈലിന് ഇൻക്ലൂഡിംഗ് അസിസ്റ്റൻറ്റ് മാനേജർ, പ്രൈവറ്റ് ബാങ്ക്സ്, ന്യൂ പ്രൈവറ്റ് ബാങ്ക്സ് ഫൈനാൻഷ്യൽ സെക്ടറിൽ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ഇവിടെയാണ് എങ്ങനെയാണ് ഒരു ബാങ്ക് ജോബ് ബാങ്ക് ടെസ്റ്റ് എഴുതാതെ കരസ്ഥമാക്കാം എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി വരുന്നത്. എല്ലാവർക്കും വളരെയധികം പ്ലാൻ ചെയ്ത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. NBFCs, ഇൻഷുറൻസ് കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനീസ് അല്ലെങ്കിൽ അതർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവിടെ എല്ലായിടത്തും 2 അതിലധികമോ വർഷം എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനെയാണ് ഇത്തരം പ്രൊഫൈലുകൾക്ക് വേണ്ടി ന്യൂ പ്രൈവറ്റ് ബാങ്ക്സ് പരിഗണിക്കുന്നത്. ബാങ്ക് ടെസ്റ്റ് എഴുതാതെ, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് എഴുതാതെ ബാങ്ക് ജോബ് ആവശ്യമുള്ളവർക്ക് വേണ്ടത് ഈ എക്സ്പീരിയൻസ് ആണ്. ബാങ്കുകളുടെ ബ്രാഞ്ചിലേക്ക് പരിഗണിക്കപ്പെടുന്ന എക്സ്പീരിയൻസ് ത്രൂ വരുന്ന കാൻഡിഡേറ്റ്സിന് സാലറി റേഞ്ച് എന്ന് പറയുന്നത് 30,000 per month to 2 lakhs per month ആണ്. ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ലഭിക്കാനായിട്ട് ഓരോ ബാങ്ക്സും അവർക്ക് അനുയോജ്യമായ രീതിയിൽ ബാങ്ക് ടെസ്റ്റ് നടത്തുന്നു. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂ കോൾസ് ലഭിക്കുന്നു. ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവരുടെ ഹയർ പ്രൊഫൈലിലേക്ക് പരിഗണിക്കുന്നു. 2 വർഷമോ അതിലധികമോ ന്യൂ പ്രൈവറ്റ് ബാങ്ക്സിലോ ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സിലോ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സ് അവരുടെ ഹയർ പ്രൊഫൈലിലേക്ക് പരിഗണിക്കുന്നത്. ഇങ്ങനെയാണ് ഓൾഡ് പ്രൈവറ്റ് ബാങ്കുകളിൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് എഴുതാതെ ബാങ്ക് ജോലി കരസ്ഥമാക്കാൻ കഴിയുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം എത്രമാത്രം ഡ്രീം ജോബാണ് ഇതെന്ന്. കാരണം ആ ബാങ്കുകളുടെ പേര് മാത്രം നോക്കിയാൽ മതി. കമേഴ്ഷ്യൽ ബാങ്കുകളിൽ എസ്പെഷ്യലി പ്രൈവറ്റ് ബാങ്ക്സിൽ എങ്ങനെയാണ് ജോലി ലഭിക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തതായി സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്താണെന്ന് നോക്കാം. സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എ സ്പെസിഫിക് സെഗ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ആണ്. ചെറിയ ബിസിനസ് യൂണിറ്റ്സ്, മാർജിനൽ ഫാമേഴ്സ്, അതുപോലെ തന്നെ മൈക്രോ ഇൻഡസ്ട്രീസ് എന്നിവയ്ക്കൊക്കെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻസ് കൊടുക്കുന്ന ബാങ്കാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. സ്മോൾ ഫിനാൻസ് ബാങ്ക്സും എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ്. ന്യൂ പ്രൈവറ്റ് ബാങ്ക്സ് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സും എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് എഴുതാതെ എങ്ങനെ ബാങ്ക് ജോബ് കരസ്ഥമാക്കാം എന്നത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എ ഡ്രീം വിത്തൗട്ട് എ പ്ലാൻ ഈസ് ജസ്റ്റ് എ വിഷ്. ഒരു പ്ലാൻ ഉണ്ടാക്കുക. എല്ലാവർക്കും, അത് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ബാങ്ക് ജോബ് ലഭിക്കും. കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഇടാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.